പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചക പുസ്തകം 59 അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗത്ത് രക്ഷിക്കുവാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാത്തവണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയാക്കിയത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ ഒരു കാര്യം, കർത്താവ് പറയാണ്, രക്ഷിക്കാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കർത്താവിന്റെ കരം, നമ്മൾ അമേരിക്കയിലാണെങ്കിൽ അവിടെയും കർത്താവിന്റെ കരം നമ്മളെ സ്പർശിക്കാൻ വേണ്ടി വരും. ഞാൻ ഇന്ത്യയിലാണെങ്കിലും അവിടെയും കർത്താവിന്റെ കരം എന്നെ സ്പർശിക്കാൻ വരും. ഞാൻ വേദനിച്ചിരിക്കുന്നവനാണെങ്കിൽ എൻ്റെ വേദനയുടെ നടുവിലും കർത്താവിന്റെ കരം എന്നെ സ്പർശിക്കാൻ വരും. ഞാൻ എൻ്റെ പ്രാർത്ഥന കർത്താവിന്റെ സന്നിധിയിൽ ഉയർത്തുമ്പോൾ കേൾക്കാത്തവണ്ണം കാതുകൾ, മന്ദമായിരിക്കുന്ന കാതുകളല്ല കർത്താവിൻ്റെത്. അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നമ്മുടെ പ്രാർത്ഥന കേട്ടുത്തരം തരുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മൾ നിലവിളിക്കുന്നത്. നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരുമെന്ന് പറഞ്ഞവന്റെ ശബ്ദം, കർത്താവ് നമ്മെ വിളിക്കാൻ പറഞ്ഞത് രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, രക്ഷിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. രക്ഷകനായതുകൊണ്ടാണ് കർത്താവ് നമ്മെ വിളിക്കാൻ പറഞ്ഞത്. പ്രിയമുള്ളവരെ, കർത്തൃസന്നിധിയിലാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അവന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്ന, അകത്തിയിരിക്കുന്നത്. എൻ്റെ പാപമാണ് ഞാനും എൻ്റെ ദൈവവും തമ്മിൽ അകന്നിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ച് ക്രൂശിൽ കയറി അവന്റെ അടിപ്പിണരുകളാലും അവന്റെ രക്തത്താലും നമ്മുടെ പാപത്തിന്റെ കറകളെ കഴുകി എന്നെ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുദ്ധീകരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് എൻ്റെ കർത്താവ് എന്നെ എൻ്റെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് ഏറ്റുപറഞ്ഞ് അവന്റെ കൂടെ ജീവിക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് കർത്താവിനോട് അടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, പാപം നമ്മളെ അകറ്റുന്നു എന്ന് പറയാൻ കാരണം, കർത്താവിന്റെ കൽപ്പനയെ ലംഘിച്ച് ഏദൻ തോട്ടത്തിൽ അകന്നുപോയ ആദവും ഹവ്വായെയും പോലെ കർത്താവിന്റെ വചനത്തെ അനുസരിക്കാതെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനും ഇച്ഛയ്ക്കും എൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്കൊത്തവണ്ണം ഞാൻ ജീവിക്കുമ്പോൾ അവിടെയാണ് ഞാനും എൻ്റെ ദൈവവും തമ്മിൽ അകന്നുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് ഈ പ്രഭാതം നമുക്കും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഉറപ്പിച്ചു പോകാം. ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുക, രക്ഷിക്കാൻ കഴിയാത്തവണ്ണം കുറുകാത്ത കരമുള്ള ഒരു ദൈവം, രക്ഷിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് രക്ഷകനായി നമ്മുടെ കൂടെയുണ്ട്. അവന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, കർത്താവേ, സർവശക്തനും കാരുണ്യവാനും കരുണാനിധിയും എന്നെ പരിപാലിക്കുന്നതിനുമായ എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ എൻ്റെ ജീവിതത്തെ മുഴുവനും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥന കേൾക്കുവാനും എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ കരം പിടിച്ച് എന്നെ നടത്തുവാനും ഞാനും എൻ്റെ ദൈവവും തമ്മിൽ അകന്നു പോകാത്ത അടുത്തുകൂടുന്ന അഭിഷേകത്തിലേക്ക് വരാൻ എനിക്ക് ശക്തിയും കൃപയും തന്നെ എന്നെ ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.